ഹലോ ഫ്രണ്ട്സ്, ഇന്ന് desiccated പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിന് തേങ്ങ എന്തായാലും വേണം. ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലെ കറുത്ത ഭാഗം നമുക്ക് കളഞ്ഞെടുക്കണം. ഞാൻ തേങ്ങ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ചിരട്ട മുഴുവനായിട്ട് റിമൂവ് ആയിപ്പോയി. ബാക്കിയുള്ള ഭാഗമാണ് ഇതേമാതിരി എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിന് ബാക്ക് സൈഡിലുള്ള നമുക്ക് കറുത്ത ഭാഗം ഒന്ന് കളഞ്ഞെടുക്കാം. കയ്യിൽ വെച്ചിട്ട് കളയാം, ഇല്ലെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ബാക്ക് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ വലിയ കഷ്ണങ്ങൾ തേങ്ങയാണ് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ബാക്ക് സൈഡ് റിമൂവ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ഈസി. അത് മുഴുവനായിട്ട് ഫസ്റ്റ് തന്നെ അങ്ങനെ തന്നെ കളയാൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതേമാതിരി ഫുള്ള് നമുക്ക് ബാക്ക് സൈഡിൻ്റെ കറുപ്പ് ഭാഗം മുഴുവൻ കളഞ്ഞെടുക്കണം. ഞാൻ മുഴുവൻ തേങ്ങ ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ബാക്ക് സൈഡിലെ കറുപ്പ് ഭാഗം മുഴുവൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ തേങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തേങ്ങയിലുള്ള പൊടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കാം. ചെറിയ ചെറിയ പൊടികൾ എന്തായാലും തേങ്ങേൻ്റെ മുകളിലുണ്ടാവും. ആ ബ്ലാക്ക് കളഞ്ഞ ശേഷമുള്ള കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്യാൻ ഒന്ന് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. മുഴുവൻ തേങ്ങ ഇതേമാതിരി തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതിലെ വെള്ളം മുഴുവൻ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നത്. ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഒരു 3-4 എടുത്തിട്ട് നമുക്ക് അത് തുടച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ 4-5 ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് ടവലിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. പീസായിട്ട് തുടച്ചെടുക്കാൻ പറ്റും നമുക്ക്. തേങ്ങയിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ടവലിട്ട് തുടച്ചെടുക്കുന്നത്. മുഴുവൻ തേങ്ങ ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല അതിലിപ്പോൾ. നമുക്കതിൽ നിന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. മുഴുവൻ തേങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ വലിയ കഷ്ണങ്ങളൊക്കെ മാറിയിട്ട് ചെറിയ തരി മാതിരി നല്ല നൈസായിട്ടില്ല പൗഡർ മാതിരിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു അര ഭാഗം അല്ലെങ്കിൽ ഇട്ടെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ തേങ്ങ നമുക്ക് ഇതേമാതിരി തന്നെ ചെയ്തെടുക്കണം. മുഴുവൻ തേങ്ങയും ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 തേങ്ങയാണ് ഇട്ടത്. അതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ വെള്ളം പോലെ കുറച്ച് ഉണ്ടാവും. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ 5 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അടിയിൽ പിടിക്കാനും പാടില്ല. അതിൻ്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാനും പാടില്ല. വൈറ്റ് കളർ തന്നെയാണ് ഇതിന് ഉണ്ടാവേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റോളം മതിയാവും ഏകദേശം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ വലിയ തരികളുണ്ടെങ്കിൽ ഒന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് കേക്കും ചോക്ലേറ്റ്സും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങേണ്ടി വരിക. നമ്മൾ കുറച്ചൊന്ന് അധ്വാനിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫസ്റ്റത്തെ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കോക്കനട്ടും കൂടി ഇതേമാതിരി തന്നെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മളെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.